വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ RRB, ഗ്രൂപ്പ് ഡി, NTPC എക്സാമുകൾക്ക് വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, നമ്മൾ അതിനുവേണ്ടി എന്തൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സുകളിൽ പറയുന്ന PDF നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ചാനലിലായിരിക്കും നമ്മൾ എല്ലാ തരം സ്റ്റഡി മെറ്റീരിയൽസും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാമിന് അതുപോലെ തന്നെ NTPC ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജനറൽ സയൻസ് എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിക്ക്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. നല്ലൊരു ജോലിയാണ്, സർക്കാർ ജോലിയിലോട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലോട്ട് കയറി പറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു ഒരു വഴിയാണ് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. കാരണം 10ാം ക്ലാസ് വരെ ലെവലിലുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിലബസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സിലബസ് നോക്കുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. 90 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ്. അതിൽ നമ്മൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ ജനറൽ സയൻസിന് 25 മാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, മാത്സ് 25 മാർക്കുണ്ട്, ജനറൽ ഇൻ്റലിജൻസ് 30 മാർക്കുണ്ട്, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ചേർത്ത് 20 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സും അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും SSC അതുപോലെ റെയിൽവേ മറ്റേത് എക്സാമിന് ഈവൻ PSC പഠിക്കുന്ന കുട്ടികളായാലും ശരി കവർ ചെയ്യുന്നത് ഏതാണ്ട് ഒരുപോലത്തെ ടോപ്പിക്കുകളാണ്. SSC ബാങ്കിങ് ഒക്കെ പഠിക്കുന്നവർക്ക് മാത്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റാങ്കിനെ തീരുമാനിക്കുന്ന വിഷയം എന്ന് പറയുന്ന ആരാണ്? ഒന്ന് ജനറൽ സയൻസും ജനറൽ അവയർനെസ്സുമാണ്. അപ്പോൾ ജനറൽ സയൻസ് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പോൾ ഒരൊറ്റ വരിയിൽ റെയിൽവേ അത് ചുരുക്കി വെച്ചേക്കുകയാണ്. അതായത് ജനറൽ സയൻസിൻ്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ദ സിലബസ് അണ്ടർ ദിസ് ഷോൾ കവർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് എന്ന് വെച്ചാൽ ബയോളജി ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ CBSE, അതായത് നമ്മുടെ NCERT അല്ലെങ്കിൽ നമ്മുടെ CBSE കുട്ടികൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമുക്ക് ജനറൽ സയൻസിൽ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്ക് 25 മാർക്കിന് ചോദ്യങ്ങൾ വരുമെന്നാണ്. ഇനി ജനറൽ അവയർനെസ് നോക്കുമ്പോഴാണ് കോമഡി. അവിടെ നമുക്ക് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ് എന്നങ്ങ് ചുമ്മാ പറഞ്ഞേക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരുവിധം ബാക്കി എല്ലാ വിഷയവും നമ്മളവിടെ നോക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുന്നത് ജനറൽ സയൻസാണ്. അപ്പോൾ ജനറൽ സയൻസ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് വിഷയം എടുത്തിട്ട് അതിനകത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടോപ്പിക്ക് തീർത്താണ് നമ്മൾ ഈ പറയുന്ന ജനറൽ സയൻസിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ജനറൽ അവയർനെസ് നമുക്ക് പലപ്പോഴും പ്രീവിയസ് ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി NTPCക്ക് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ NTPC സിലബസിലും എന്ത് വരുന്നുണ്ട്? ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ജനറൽ അവയർനെസ്സിനകത്ത് തന്നെ എന്താണ് CBT 1ന് 40, CBT 2ന് 50 മാർക്കിന് വരുമ്പോൾ ആ സെക്കൻഡ് ഫേസ് എഴുതുന്നവർക്ക് ജനറൽ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ രണ്ടായാലും ഗ്രൂപ്പ് ഡി ആയാലും NTPC ആയാലും സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ സയൻസിൻ്റെ സിലബസ് നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ ബേസിക് ആയിട്ട് വരുന്നൊരു SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ സയൻസ് ടോപ്പിക്ക് നോക്കിയാൽ അതിൽ ഫിസിക്സിൽ നിന്ന് നമുക്ക് ഏതാണ്ട് നോക്കിയാൽ ഒരു 17ഓളം, ഓക്കെ, എത്രയാണ്? ഒരു 17ഓളം ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അങ്ങ് മടുക്കും അല്ലേ? 17 ടോപ്പിക്ക് ഫിസിക്സിൽ നിന്ന് മാത്രം. അതിനകത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ വരുന്നുണ്ട്, വർക്ക് എനർജി, ഗ്രാവിറ്റേഷൻ, പ്രഷർ, സൗണ്ട് വേവ്സ്, ഹീറ്റ്, ഫ്രിക്ഷൻ, ലൈറ്റ്, കറണ്ട്, ഇലക്ട്രിസിറ്റി എന്നിങ്ങനെ പോവുകയാണ്. ഇനി കെമിസ്ട്രി നോക്കുമ്പോൾ അവിടെയും കിടക്കുന്നു 16ഓളം ടോപ്പിക്കുകൾ നമുക്ക് വരുന്നുണ്ട്. മാറ്റർ, ആറ്റം ആൻഡ് മോളിക്യൂൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ റിയാക്ഷൻസ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്നിങ്ങനെ വീണ്ടും അതും കിടപ്പുണ്ട്. എത്ര? 16ഓളം ടോപ്പിക്ക്. ബയോളജി വരുമ്പോൾ അവിടെയും 13ഓളം ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമുക്ക് ഈ പറയുന്ന എക്സാമിന് മുമ്പ് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പറ്റത്തില്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സിലബസ് പറയുന്നുണ്ട് 10ാം ക്ലാസ് വരെയുള്ള CBSE. അപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള CBSE എന്ന് പറയുമ്പോൾ നമുക്ക്
10, 9, 8, 7 അത് മതി. ഈ 4 വർഷത്തെയും CBSE പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ടോപ്പിക്കുകൾ പഠിച്ചാൽ ഇവിടെ നിന്ന് ഒരുവിധം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ 10ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ 10ൽ നമുക്ക് നോക്കിയാൽ കെമിസ്ട്രിയിൽ നിന്ന് ഏതാണ്ട് 5 ചാപ്റ്റേഴ്സ് പഠിക്കണം. അതുപോലെ ബയോളജിയിൽ നിന്നൊരു 4, 5, 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സിൽ നിന്നും എത്രയാണ് 5 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇനി 9ാം ക്ലാസ്സിലെ സയൻസ് നോക്കുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ്. കെമിസ്ട്രിക്ക് 4, അതുപോലെ തന്നെ എന്താണ് ഫിസിക്സിന് 5, ബയോളജിക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മുടെ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ഒന്നേ നേരത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചാപ്റ്ററുകളും നമ്മൾ ഈ പറഞ്ഞ സിലബസിലെ ടോപ്പിക്കും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതായത് ഇവിടെ കണ്ടോ, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയ സമയത്ത് നിങ്ങൾ കണ്ടതാണ്. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സ് ഇതിനെ പറ്റിയാണ്. ഇനി 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ എന്തുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 4ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ കണ്ട നമുക്ക് പഠിക്കേണ്ട കണ്ടോ, ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് 16 ചാപ്റ്റർ ഉണ്ട്, 9ൽ 15 ചാപ്റ്റർ ഉണ്ട്, 8ൽ 15 ചാപ്റ്റർ ഉണ്ട്, 7ൽ 14 ഉണ്ട്. മൊത്തം ഏതാണ്ട് 60 ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നതിൽ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്സിൽ ഒരൊറ്റ ടോപ്പിക്കിനെ കവർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഓരോ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ ഓരോന്നായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ദിവസങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് മുതൽ നമ്മൾ എന്ത് തുടങ്ങുന്നു, ഓരോ ടോപ്പിക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ടോപ്പിക് എടുക്കുന്നു. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിന് നമ്മളൊരു ക്ലാസ് ആക്കി വിത്ത് PDF നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നു. നിങ്ങൾ ആ പറയുന്ന ക്ലാസ്സും കണ്ട് PDF പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 80 to 90% നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ നിങ്ങളതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്ന് നമ്മുടെ കൂടെ ഈ പറയുന്ന തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡി ആണെങ്കിൽ നമ്മൾ തുടങ്ങുന്നു അടുത്ത ക്ലാസ്. അതായത് ഈ പറയുന്ന ചാനൽ അടുത്ത് വരുന്ന വീഡിയോ തൊട്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ നമ്മൾ മുന്നേ സ്റ്റാർട്ട് ചെയ്ത പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ ക്ലാസ്സുകളും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിസിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം.